സംരംഭകരായ പല സുഹൃത്തുക്കളും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ലഭിക്കും? അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കപ്പെടരുത്. നമ്മളുടെ സംരംഭം തുടങ്ങാനാണോ ഇൻവെസ്റ്റ്മെൻറ്റ്? അതോ തുടങ്ങിയതിന് ശേഷം വളർത്താനാണോ? അതോ വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസിനാണോ? ഇതെല്ലാം ഡിഫറൻ്റ് ആണ്. തുടക്കത്തിൽ നമ്മളൊരു സംരംഭം തുടങ്ങാനാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ തുടങ്ങാനേ നമുക്ക് പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് സ്കെയിലപ്പ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ളവർ ഫ്രണ്ട്സിനോട്, ഫാമിലിയോട്, പലരും സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ റൺ ചെയ്യാനുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ പലരും കാണിക്കുന്ന ഒരു അബദ്ധം, ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കണ്ടുപിടിച്ച് ഷെയർ തരാമെന്ന് പറഞ്ഞ് തുടക്കത്തിൽ തന്നെ 50% ഷെയറൊക്കെ കൊടുത്ത് കുറച്ച് ലക്ഷങ്ങളും കൊണ്ടുവന്ന് അവസാനം അതൊരു ഭാരയാവുകയും ചെയ്യും. അപ്പോൾ എവിടെയും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ബാങ്കിനെ ആശ്രയിക്കാം. നമ്മുടെ തന്നെ പണം അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യുക എന്ന് പറയും. സ്റ്റോക്ക് പെട്ടെന്ന് തന്നെ ലിക്വിഡേറ്റ് ചെയ്യുക. ആ പണം അത് തന്നെ ഇട്ട് റോൾ ചെയ്യുക. പല വിജയിച്ച സംരംഭകരും പണം ബിസിനസ്സിൽ നിന്ന് എടുത്തു കൊണ്ടുപോയവരല്ല, അവിടെ തന്നെ റോൾ ചെയ്തതാണ്. എവിടെ നിന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നത്? ഒരു സ്കെയിലപ്പ് സ്റ്റേജിലാണ്. അപ്പോൾ നമ്മുടെ സംരംഭത്തിന് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് അതിനൊരു വാല്യുവേഷൻ ഉണ്ടാകണം. നമ്മൾ തുടങ്ങി ലാഭകരമാക്കി, അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ്സാണ് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ മാസവും കൃത്യമായി ലാഭം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് വളർത്താനായിട്ടുള്ള സമയമായി എന്നുള്ളതാണ്. അതിന് ഇൻവെസ്റ്റർ കണ്ടെത്തുക എന്നുള്ളതാണ്.